ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി രണ്ടാം തവണയും ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് കേരളം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിട്ടുള്ള 40ഓളം മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് കേരളം ഇക്കാര്യത്തിൽ മുന്നിലെത്തിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പരിശോധനകൾക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ, അവർ നടത്തുന്ന പരിശോധനകൾ, വകുപ്പ് നൽകിയ ഭക്ഷ്യസുരക്ഷാ ലൈസൻസുകൾ, രജിസ്ട്രേഷനുകൾ, ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനയ്ക്കുള്ള ലബോറട്ടറികൾ എന്നിവയുടെ എല്ലാം എണ്ണം കണക്കാക്കിയാണ് അതോറിറ്റി മാർക്ക് നൽകുന്നത്. കേരളം ഇവയിലെല്ലാം ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു. ഓപ്പറേഷൻ ലൈഫ് പദ്ധതിക്ക് കീഴിൽ ഷവർമ, മീൻ, ശർക്കര തുടങ്ങിയവയിൽ മായം ചേർക്കുന്നത് ഒഴിവാക്കാൻ വ്യാപകമായ പരിശോധനകൾ കേരളത്തിൽ നടത്തിയിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ പോഷകാഹാരം ഉറപ്പാക്കാൻ നടത്തിയ ഇടപെടലുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ഭക്ഷ്യസുരക്ഷാ ഉപദേശക സമിതികളുടെ യോഗങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനകൾ, ആഘോഷവേളകളിലും മറ്റും നടത്തുന്ന പ്രത്യേക പരിശോധനകൾ, ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ വിതരണം ചെയ്യാനായി നടത്തിയ ക്യാമ്പുകൾ എന്നിവ സംബന്ധിച്ച വിലയിരുത്തലുകളും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്താൻ കേരളത്തെ സഹായിച്ചു. വിതരണം ചെയ്ത ലൈസൻസുകൾ, പുതിയവ, ശേഖരിച്ച സാമ്പിളുകൾ, ഭക്ഷ്യപരിശോധനാ ലാബുകൾ, ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പരാതികൾ എന്നിവയുടെ എണ്ണമെടുക്കലിലും ഒന്നാം സ്ഥാനം കേരളം നിലനിർത്തി. ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച പരാതികളിൽ സ്വീകരിച്ച തുടർ നടപടികൾ, ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി ഹെൽപ്പ് ലൈൻ, ഹെൽപ്പ് ഡെസ്ക് ഏർപ്പെടുത്തൽ, സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ലാബിലെ സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ, പൊതുജനങ്ങൾക്കിടയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ബോധവൽക്കരണ അവബോധ പ്രവർത്തനങ്ങൾ, ഈറ്റ് റൈറ്റ് ചലഞ്ചിലെ പങ്കാളിത്തം തുടങ്ങിയവയെല്ലാമാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്താൻ കൂടുതൽ സഹായിച്ചത്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.